സംഗീതം ആത്മാവിനെ തൊട്ടറിയുന്ന ഒരു കലയാണ്. ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് മലയാള സംഗീത സംവിധായകനും ഗായകനുമായ ദ ലെജൻഡ് ശ്രീ വിദ്യാധരൻ മാസ്റ്ററാണ്. സർ, നമസ്കാരം. സർ, ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, ആദ്യമായി ഒരു വേദിയിൽ കയറിയ നിമിഷം ഓർമ്മയിലുണ്ടോ? ഇപ്പൊ ഒരു 60ഓളം വർഷങ്ങളായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ആ വേദിയിൽ കയറിയ ഒരു നിമിഷം ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? വളരെ കൂടുതൽ സഭകൾ കയറിയിട്ടുണ്ട്. വളരെ ചെറുപ്പകാലം മുതൽ ഒരു 8-10 വയസ്സിലൊക്കെ ഞാൻ പാടുന്നു വീട്ടുകാർക്ക് മനസ്സിലായി. അപ്പൊ ഒക്കെ എന്നെ കൊണ്ടുപോകുക ആൾക്കാർ സൈക്കിളിന്റെ തടലിലൊക്കെ ഇരുത്തി പാടാനൊക്കെ ആയിട്ടെ ഓരോ വേദികളിലേക്ക് പോകും. ഗാനമേളയില്ല, അന്നത്തെ ഗാനമേള, അന്ന് ഗാനമേളൊന്നുമില്ല. അന്ന് പാട്ടുകൾ, നാടകത്തിനൊക്കെ പാട്ടുണ്ടാക്കുക, പാട്ട് പാടുക, അതിനൊരാളെ കിട്ടുക, അതിനൊക്കെ നന്നായി പാടുന്നു എന്നുള്ള നിലയ്ക്ക് അവരെന്നെ കൊണ്ടുപോകും. തൃപ്രയാറൊക്കെ വളരെ വർഷം മുമ്പ്, ഒരു 55 കൊല്ലം മുമ്പൊക്കെയാണ്, സൈക്കിളിന്റെ തണ്ടിൽ തന്നെ ഇരുത്തിയിട്ടപ്പം ഞാൻ ഒരു ചെറിയ ട്രൗസറൊക്കെ ആയിട്ട് ആ രീതിയിലാണ് അന്ന് പോകുന്നത്. എന്നെ കൊണ്ടുപോയി അവിടെ പാടിച്ചു ചക്രമത്ത നാടകത്തിന്, മൊയ്തു പഠിച്ചിട്ട്. അതല്ല ആദ്യമല്ല, അതിനൊക്കെ പോയിണ്ടെന്ന് പറയാം. ആദ്യമല്ല, ബലിയാട് എന്ന് പറഞ്ഞ നാടകം സംഗീതം ചെയ്തതാ. അത് 60 കൊല്ലം കഴിച്ചു. ആ പാട്ടുകളാണ് ദേവരായ മാഷെടുത്ത് 64 ചെന്നിട്ട് പാടിയത്. ഞാൻ ചെയ്ത പാട്ടാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ സഹോദരിയുടെ ഒരു മകനായിരുന്നു. അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് പാടിച്ചത് ഞാൻ ചെയ്ത പാട്ടാ. എത്ര കൊല്ലം മുമ്പ് അന്ന് പാടിച്ചത് അവനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പാട്ടാ. ആ കഥ വേറെയാണ്. ദേവരായ മാഷൊന്നും മനസ്സിലാക്കിയിട്ടല്ല. അല്ല, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ അനവധി പാട്ടുകൾ പാടിയിരുന്നു. അപ്പൊ ഞാൻ പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് വളരെ ചെറുപ്പം മുതൽ എന്നിലുണ്ടായിരുന്ന സംഗീത ബോധം, അല്ലെങ്കിൽ സംഗീതത്തിന്റെ നമ്മളിലുള്ള ജ്ഞാനം, അത് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് അറിയായിരുന്നു. എനിക്കതറിയില്ല, ഇന്നും അറിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തു, എന്തൊക്കെയാണെന്നത് ജനങ്ങൾ പറഞ്ഞല്ലേ, അത് അവരുടെ റൈറ്റാ. ഞാൻ അങ്ങനെയല്ല. ഞാൻ ജനകീയനായിട്ട് എന്നും ജീവിക്കുക. സംഗീതമാണ് ഉപാസന. നമ്മുടെ ജീവിതത്തിൽ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്ര കാലം സംഗീതത്തെ നമ്മളിലുണ്ടെങ്കിൽ അത് നന്നാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നമ്മൾ പരിശ്രമമാണ് ഏറ്റവും വലിയ കാര്യം. വളരെയധികം വെറൈറ്റികൾ കേൾക്കുക. അത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് പരിശോധിക്കുക. നല്ല രീതിയിൽ പാട്ടുകൾ മനുഷ്യർക്ക്, ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവട്ടെ. അവരത് നന്നെന്ന് പറയുമ്പോൾ സന്തോഷം. അതാണ് ഏറ്റവും വലിയൊരു അംഗീകാരം. ഏറ്റവും അംഗീകാരം. നമുക്കങ്ങനെ ഇല്ല. എത്ര ചെയ്താലും പോരാ പോരാ പോരാന്ന് തോന്നുക. അതാണ് ഈ സംഗീതം എന്ന് പറഞ്ഞ വിഷയം. അപ്പം കാലഘട്ടങ്ങൾ മാറിക്കഴിഞ്ഞു. 60 കൊല്ലത്തിന് നിലവാരമുള്ള ഇന്ന് 2025, 26 ആവുമ്പോഴേ ഇന്നൊന്നും അങ്ങനെയല്ല. ജനങ്ങളുടെ ഉള്ളിലുള്ള താല്പര്യം അതല്ല. അതിപ്പോ ഞാൻ 4ലും 4.5 പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ് വെച്ച് 4.5 പഠിച്ചിട്ടുണ്ട്. 4.5, 5 മുമ്പ്, പിന്നെ 5. അതിപ്പോ LKG UKG എന്ന് പറയില്ലേ, അതിന്റെ വേറൊരു വെർഷൻ. അത് 4 കഴിഞ്ഞ് 4.5, അത് 5. അങ്ങനെ പഠിച്ച കാലം 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് ഈ കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കലാണ് നമ്മുടെ ഈ കലാകാരന്മാരൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കലയായിട്ട് 64 കലയുണ്ട്. അതിലെന്ത് നമുക്ക് പറ്റി, നമുക്ക് ഉള്ളിൽ എന്ത് വന്നിട്ടുണ്ട്, അത് ചിന്തിക്കുക. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മരിക്കുന്നത് വരെ കുറച്ച് കാലമല്ലേ ജീവിതമുള്ളൂ. അപ്പോൾ ആ കാലം വരെ നമ്മൾ ജീവിക്കുമ്പോൾ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ പരിശ്രമമാണ് ഏറ്റവും വലിയ കാര്യം. ഞാനങ്ങനെ പരിശ്രമിച്ച് ഇന്ന് 81 വയസ്സായി ഇപ്പോൾ. അല്ല, ഞാൻ വയസ്സ് പറഞ്ഞ് കളിക്കല്ല. ഇത്രയും കാലമായിട്ട് നമ്മൾ ഈ രംഗത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വട്ടപൂജയായിട്ട് എനിക്ക് തോന്നാറ്. കാരണം അത്ര വലിയ ശാസ്ത്രമാണ് സംഗീതം. സമുദ്രം എന്ന് പറയും, സ്നേഹമാണെന്ന് പറയും, ദൈവമാണെന്ന് പറയും, പിന്നെ ഒന്നും പറയാനില്ല. സംഗീതം എന്ന് പറഞ്ഞാൽ ദൈവമാണ്, സ്നേഹമാണ്, സമുദ്രമാണ്. അപ്പൊ അത് നമുക്ക് തൊടാൻ പറ്റില്ല. നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പരിശോധനയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും നടക്കുന്നത്. എത്രായിരം പാട്ടുണ്ടെങ്കിലും പാട്ടൊന്നും അല്ലത്. അതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട്. അത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്രായിരം പാട്ടുണ്ടാക്കിയിട്ട് എനിക്കൊന്നും അത് പാട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത്ര വലിയ ശാസ്ത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ കലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എത്ര കാലം ജീവിതമുണ്ടോ അത്രയും കാലം
നമ്മൾ ഈ കലാരംഗത്ത് നിന്ന് എന്ത് വിഷയമാണ് കയ്യിലുള്ളത് നോക്കി അത് നന്നാക്കി എന്നെ കൊണ്ട് നന്നൊന്ന് പറയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് മുന്നത്തെക്കാളും. പണ്ട് കാലം മാതിരി ഉള്ളത്. പണ്ട് ഇപ്പൊ കൽപ്പാന്തകാരം എന്നുള്ള പാട്ട് ഞാൻ ചെയ്തപ്പോ 2 ദിവസത്തെ റിഹേഴ്സലാ ഒരു പാട്ടിന് ആ പാട്ടിന്. അത് കഴിഞ്ഞിട്ട് ദാസേട്ടൻ വന്നിട്ട് പാടുന്നത് 9 ടേക്കാ. അന്ന് ഒരു ടേക്ക് 4 മിനിറ്റ് ദൈർഘ്യത്തിലുള്ളത്. ഇടയ്ക്കൊന്ന് തെറ്റാൻ ഒരു ഡിസ്കോഡ് വന്നു, എനിക്ക് എന്തെങ്കിലും ചൊല്ലി മോശമായിട്ട് വന്ന് അപ്പം നിർത്തി. പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം. ആ കാലഘട്ടത്തിൽ ഞാൻ തുടങ്ങിയതാ. ഇന്ന് അതല്ല, ഒരു അക്ഷരം മാറിയാൽ അക്ഷരം റിമൂവ് ചെയ്ത് വേറെ ചെയ്യാം. 40 ആളുണ്ടെങ്കിൽ 39 ആളെ വീട്ടിൽ വിടാം. തെറ്റാനും മാത്രം അവൾ ഇടിച്ചാൽ മതി. ആണ് ടെക്നോളജി. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളുക. ന്യൂ ജനറേഷൻ പറഞ്ഞ ആൾക്കാരെ കുറ്റം പറയല്ല, കാലമാണ് അതിനൊക്കെ. ആ കാലത്തിനനുസരിച്ച് അവർ നിൽക്കുന്നത്, നല്ല രീതിയിൽ ചെയ്യുന്നത് നമ്മൾ ക്ഷമിക്കുന്നു, കേൾക്കുന്നു. പക്ഷെ അത് മോശമായിട്ട് പറയുന്നത് ശരിയല്ല. അവരോടൊത്ത് കൂടാൻ പറ്റുക. അവർക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട മിണ്ടാണ്ടിരിക്കുക. അവരെ കുറ്റം പറയണ്ട അല്ലേ? ന്യൂ ജനറേഷൻ്റെ ആൾക്കാർ എന്ത് പാട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല. അത് കാലത്തിനനുസരിച്ച് ഇപ്പോൾ ടെക്നോളജി മാറി, ഡയറക്ടർമാർ മാറി, സ്ക്രിപ്റ്റ് മാറി, കഥയുടെ നിലവാരം മാറി, ടെക്നോളജി കംപ്ലീറ്റ് മാറി, മേക്കിംഗ് ഒക്കെ. അപ്പം ആ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങൾ ഇന്നും വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. പാട്ടിലെ വരികൾക്കൊക്കെ അത്രയും ചേഞ്ച് വന്നിട്ടുണ്ട്. ന്യൂ ജനറേഷൻ വരികൾക്ക് ആ വരികളൊക്കെ അംഗീകരിക്കുന്നതാണ്. അങ്ങനെയല്ല, നമ്മൾ വേണമെന്ന് പറയുമ്പോൾ എന്ത് വിധി ചെയ്ത് വല്ലാത്ത ചതി ചെയ്ത് ഓർക്കാപ്പുറത്ത് എൻ്റെ ഏതാ പിന്നീട് അടി ചെയ്തൊക്കെ ഞാൻ പാടിയതാ, അറിയോ? അതേമാതിരി ലവ് യു മുത്ത ലവ് യു അതൊക്കെ ഞാൻ പാടി. അങ്ങനെ ന്യൂജൻ്റെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് ഇത്രയും വയസ്സായിട്ടുള്ള ആള്. കാരണം നമ്മളെ കൊണ്ട് ഇത് പാടിക്കുന്നു, ഞാൻ പാടുമ്പോൾ വേറെ വോയിസ് വരുന്നു, അത് താല്പര്യമാണ്. അങ്ങനെ ഒരുപാട് പാട്ട് പാടി. അല്ല, അത് അവരുണ്ടാക്കുന്നു, വേറെ ആള് ചെയ്യുന്നല്ലേ. അത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പാടുന്നു, അത് ചെയ്യുന്നു, ജനങ്ങൾ സ്വീകരിക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വഴിയിൽ നിൽക്കുന്നു. അപ്പോഴും നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ചെയ്യാനുള്ള ബോധവും അതിൻ്റെ മനസ്സും നമുക്ക് വേണം. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാലം എങ്ങനെ പോകുന്നു അതിനനുസരിച്ച് മാറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാ പറഞ്ഞ കാര്യം. ചേതന ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ചേതന സൗണ്ട് സ്റ്റുഡിയോയിലൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വന്നു. ധാരാളം സിനിമ അല്ലാത്ത ഒരുപാട് പാട്ടുകൾ, നാടകത്തിന്റെ അല്ലാണ്ട് യേശുദാസിന്റെ പാട്ടുകൾ, അതുപോലെ വേറെ പല ആൾക്കാരും ഒരുപാട് കൂടെ. ദാസേട്ടൻ്റെ ഒരു വലിയൊരു സൂപ്പർ ഹിറ്റ് ഒരു ഗുരുവായൂരപ്പൻ അവിടെ ചെയ്തത് ചേരണിത കസ്തൂരി തിലകം. എത്ര ലക്ഷം വിറ്റെന്ന് പറയാം ഇന്നും. അത് മുഴുവൻ ദാസേട്ടൻ 7 പാട്ട് ദാസേട്ടനാ. SMS ആലങ്കോടി രാഷം ചെയ്തിട്ടുള്ള. അങ്ങനെ കുറേ ഉണ്ട്. അതേമാതിരി പിന്നെ വേറെ കണ്ണൂരത്തെ ഒരു പാർട്ടിയുടെ അതേമാതിരി രമേശ് നായർ, അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട് അവിടെ. ഇതൊക്കെ നമ്മുടെ കാലം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ജോലി എന്താണോ അതിലേക്ക് നമുക്ക് ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുക ചെയ്യുക. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അതായത് ഒരുപാട് ന്യൂജൻ പാട്ടുകാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു ഫീൽഡിൽ നിലനിൽക്കാനായിട്ട് വേണ്ട ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ? ഗുണം എന്ന് പറഞ്ഞാല് ഈ ന്യൂജന്റെ ആൾക്കാർ ആരാണെങ്കിലും എന്താണോ ഒരു കമ്പോസർ ഉണ്ടാക്കി തരുന്ന മെലഡി അത് മനസ്സിലാക്കിയിട്ട് അവർക്കത് പാടി വൃത്തിയായിട്ട് പാടി കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ന്യൂജന്റെ ആൾക്കാർ ആരാണെങ്കിലും നിൽക്കുന്ന ആൾക്കാർ അത് എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റുമെന്ന് പറയാനും പാടില്ല. കമ്പോസർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അല്ല, കമ്പോസർ എന്ത് പറഞ്ഞു അത് നമ്മൾ രണ്ടാമത് അവർക്കത് പാടി തൃപ്തിപ്പെടുത്തി കൊടുക്കണ്ടേ, നമ്മൾ ശ്രമിക്കണം. അത് എനിക്ക് പറ്റില്ല, അത് എനിക്ക് പറ്റുമെന്ന് പറയുന്നതിന് വിഷയമില്ല. അതല്ല ശരി. നമുക്ക് എന്ത് വേണം, ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിൽ ഒക്കെ നമ്മൾ ശ്രുതിയിൽ വെച്ചിട്ട് നമ്മുടെ സ്വാധീനം വെച്ചിട്ടുള്ള ശ്രുതിയിൽ പാടാം. അപ്പോൾ ചിലർ 5 പാടും, ചിലർ 1 പാടും. അതാ ഒരു സ്വാധീനമാണ്. പക്ഷേ മെലഡി ലൈറ്റ് മ്യൂസിക് വെർഷൻ വരുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. കമ്പോസർ എന്ത് ചെയ്തു, ആ മൂഡിൽ എന്ത് പറയുന്നു അതുണ്ടാക്കിയാൽ പാടാനുള്ള ബാധ്യത നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പാട്ടുകാരനല്ല, ആണായാലും പെണ്ണായാലും. ഇത് പറ്റില്ല പറ്റുമെന്ന് പറയാൻ പാടില്ല. എന്ത് സ്കെയിലാണെങ്കിലും എന്ത് സംഗതിയാണെങ്കിലും ഉണ്ടാക്കിയാലും നമ്മൾ പാടണം, അല്ലെങ്കിൽ രംഗത്ത് കയറുന്നത് അല്ലേ? നമുക്ക് താല്പര്യമില്ലാത്ത താല്പര്യം പറഞ്ഞാൽ പാട്ടുകാരൻ പല ആൾക്കാരും മാറ്റി, എഴുത്തുകാരെ മാറ്റി എഴുതിച്ചിട്ടുണ്ട്. എഴുതുന്ന വരികളെ
വരികൾ തൃപ്തികരമല്ലാത്ത വരികൾ നമ്മൾ മാറ്റി അപ്പൊ എഴുതി തന്നെ പ്രതികരിക്കാറുണ്ട് ഇത് പ്രതികരിച്ച- പറ്റില്ല എന്നുള്ളത്. മനസ്സിലാക്കിയിട്ട് വരിയുടെ സത്യസന്ധതയും അതിൻ്റെ മാറ്ററും മീറ്ററും ഒന്നിച്ചു വന്ന അതാണ് ഒരു പാട്ടിൻ്റെ രീതി. മാറ്റർ എന്ന് പറയുന്ന ആശയം, മീറ്റർ എന്ന് പറയുന്ന താളം. ഈ താളവും ശ്രുതിയും ചേർത്ത് കൃത്യമായിട്ടൊരു ആശയം വ്യക്തമാക്കാൻ പറ്റിയാൽ മാത്രമേ ഒരു പാട്ടാവുള്ളൂ. അത് നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ മാറ്റിക്കും, നമ്മൾ പരിശോധിക്കും. ആശയപരമായിട്ട് 4 വരി കഴിഞ്ഞു, നെക്സ്റ്റ് അനുപല്ലി പോർഷൻ വരുമ്പോൾ ഇതായിട്ട് ബന്ധമില്ലാത്ത വരിയൊന്നും സമ്മതിക്കില്ല. അതായിട്ട് ചരണം വരുമ്പോൾ 4 വരി വേറെ വരുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ പറഞ്ഞല്ലോ, ഒരു ആശയം പറഞ്ഞ് വ്യക്തമാക്കട്ടെ. അതില്ല പലർക്കും. താളമില്ല, ആശയം ഭയങ്കരമായിട്ട് എഴുതും, താളത്തിലൊന്നുണ്ട്. അപ്പം മാറ്റർ ആൻഡ് മീറ്റർ എന്നാണ് പറയുക. അങ്ങനെ വന്നാലേ ഒരു പാട്ടാവുള്ളൂ. അങ്ങനെ പാട്ടാവുമ്പോൾ അതിന് അർത്ഥഭംഗം വരരുത്. അർത്ഥം കൃത്യമായിട്ട് കേൾവിക്കാർക്ക് മനസ്സിലാവണം. ആഹാ അസല എന്ന് പറയണ്ടേ. അങ്ങനെ എത്ര എക്സാമ്പിൾ ഉണ്ട്. അപ്പം ആ രീതിയല്ല ഇന്നത്തൊക്കെ ശബ്ദങ്ങളാ, ഒരുപാട് വരികൾ എന്തൊക്കെയോ പറയണു. അത് കുറ്റല്ല, ഇന്നത്തെ ആൾക്കാരുടെ ആവശ്യം അതാ. അവർക്കത് ആവശ്യം നമ്മൾ ചെയ്യണ്ടേ, നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥത്. അതെനിക്ക് പറ്റില്ല, അത് നിങ്ങൾ വേറെ ചെയ്തെന്ന് പറയുന്ന നല്ല കാര്യം. നമ്മൾ ചെന്ന് പെട്ടാൽ അവരുടെ ആശയം എന്താണോ, അവർ പറയുന്നത് എന്താണോ അതിന് അനുസരിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ, നിൽക്കാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ മൂല്യം വളരെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് നമ്മുടെ രീതിയാണ്. നമ്മൾ നിങ്ങളുടെ രീതിക്ക് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ നമ്മൾ ഇന്നത്തെ രീതിയിൽ ഉണ്ടാകുന്ന രീതി മെലഡി ഉണ്ടാക്കിയാൽ നിങ്ങളെ സൂചിപ്പിക്കാനോ നിങ്ങൾക്ക് നന്നായി പറയാൻ പറ്റണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. അപ്പോഴേ നിങ്ങൾ സംഭവിക്കുള്ളൂ. ഞാൻ ഒരു പാട്ടിന് 4-5 ട്യൂണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഈ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാന്ന് നമ്മൾ വന്ന് പെടുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ അനുയായികളും മറ്റുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ പാട്ടിൻ്റെ ട്യൂണ് മൂഡ് പറഞ്ഞിട്ട് പാട്ട് നടക്കുമ്പോൾ അവർക്ക് ആ ട്യൂണൊന്നും അങ്ങോട്ട് പിടിക്കില്ല. ഒന്നുകൂടി ഉണ്ടാക്കുമോ എന്നൊക്കെ പറയും. ഇങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് 4ാമത് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമൊക്കെ അങ്ങനെ ഇതുണ്ട്. എന്നിട്ട് അവസാനം ഉണ്ടാക്കി ഈ വരുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് ഗ്രാഹിയില്ലെന്ന് മനസ്സിലാവും. എന്നിട്ട് അത് ഇനിയിപ്പോൾ അരമണിക്കൂർ ഞങ്ങൾ വരാം, സാറ് ഒന്നുകൂടി ചെയ്തോളൂ എന്ന് പറഞ്ഞ് പോയി. ശരി എന്ന് പറഞ്ഞു. അവർ പോയി വരുന്ന സമയത്ത് ഞാൻ കിടന്നുറങ്ങുക. അപ്പോൾ അതിന് തട്ടിപ്പോൾ ഏറ്റവും ഒരു പെട്ടിയൊക്കെ എടുത്തു. ആദ്യം ഉണ്ടാക്കിയ പാട്ട് സ്കെയില് മാറ്റിയിട്ട് ഒന്ന് പാടി, ഗംഭീര ഇഷ്ടമായി. അവർക്കത് അറിയില്ല. അപ്പോൾ അവർ അതിനെക്കുറിച്ച് ധാരണയില്ലാതെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ട്യൂൺ തന്നെയാണ് വേറെ സ്കെയിലിൽ കുറച്ച് സ്പീഡിൽ പാടിയപ്പോൾ അവർക്ക് ഇഷ്ടമായി. ഇതൊക്കെ പലതരത്തിൽ സിനിമയുടെ ഇപ്പം നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എത്ര കണ്ട് ഒരു സിനിമയുടെ പാട്ടുണ്ടാക്കി വിജയിച്ചു പോരണ്ടേ, ഭയങ്കര കഷ്ടമാണ്. നേരെ മറിച്ച് ആൽബം ആണെങ്കിലോ വ്യത്യസ്തമായ പാട്ട് മതി, സുഖ. പക്ഷെ ഇത് 2 കടയിലും ചൂടുണ്ടാക്കുക, അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് അതിനുണ്ടാക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളാണ്. അത് മനസ്സിലാക്കുക, അതിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. പാടുവാനേ ഒന്നും പഠിവാതിരിക്കുന്നുള്ള ട്യൂണാണ് ഒരാൾക്കറിയില്ല. അത് ട്യൂൺ ഉണ്ടാക്കി കൊടുത്തിട്ട് സാറിന് എഴുതി കൊടുത്തിട്ട് അത് പിറ്റേ ദിവസം വന്നിട്ട് പാടി ഞാൻ ഒത്തു നോക്കുമ്പോൾ ഒരു അക്ഷരം മാറ്റാനില്ല, 100% ട്യൂണായിട്ട് നല്ല ബ്ലെൻഡിങ്ങാണ്. അത് ഓരോരോ ആൾക്കാർ വലിയ മഹാന്മാരുണ്ടല്ലോ. ഞാൻ നമസ്കരിച്ചു അദ്ദേഹത്തെ. ഇതൊരു മനോഹര എഴുതി കിട്ടി ചെയ്ത മാതിരിയാ അതിന് സുഖം. അപ്പം അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് പറയാം, നമുക്കേ ഈ പുതിയ കാലഘട്ടം പഴയ കാലഘട്ടം താരതമ്യം ചെയ്ത് ആരും കേടുവരുത്താനില്ല. ഒരാൾ മോശക്കാരല്ല, കഴിവുള്ളവർക്ക് അത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാം, കഴിവില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കഴിവുണ്ടെങ്കിൽ അവർ നിൽക്കാം. അവർ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കഴിവുള്ള ആൾക്കാർ ആ രീതി അവർ പ്ലാൻ ചെയ്ത് അവർ ചെയ്യും. ഇതല്ലാത്ത ആൾക്കാർ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറി അപ്പം ആളെ മാറ്റും, അറിയാം. പിന്നെ ഓരോരുത്തരുടെ ഉള്ളിൽ ചില ധാരണകളുണ്ട് കുട്ടി. നമുക്ക് ഈ പാട്ടുകൾ ഇന്ന ആളുകളെ ചെയ്യാം, ആൾ ചെയ്താൽ മതി. അത് എഴുതുന്ന സമയത്ത് തന്നെ അല്ല, അവർ പ്ലാൻ ചെയ്യും. ഈ സംഗീത സംവിധാനം ആര് ചെയ്യണം, നമ്മുടെ പടത്തിൻ്റെ മൂല്യം ഈ രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പം അതിലേക്ക് പാട്ടിനാകുമ്പോൾ അത് ആരെ കൊണ്ട് ചെയ്യണമെന്ന് അവർ ഡിസൈഡ് ചെയ്യും. എന്നിട്ട് അവർ ഡിസൈഡ് ചെയ്തിട്ട് അവർ പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റിയ ആൾക്കാർ ചില ആൾക്കാരെ പേര് പറയും. അങ്ങനെയൊക്കെ ചെന്ന് പെടുമ്പോഴാണ് ഞങ്ങളുടെ സബ്ജക്റ്റിൽ ഇന്നാട് വേണം അങ്ങനെ തീരുമാനം അവർക്കുണ്ടാവും. ഓരോരോ പാട്ടുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ ആ മൂടിലുണ്ടാക്കുന്ന പാട്ട് ബെസ്റ്റ് പാട്ടാണ് എന്ന് അവർ തീരുമാനിച്ചിട്ട് അവർ ഇതിപ്പോൾ ആളെ കൊണ്ട് ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുക. നമ്മളാരെയും അന്വേഷിച്ച് പോയിട്ടില്ല ഇതുവരെ, പോവില്ല. ഓർമ്മയുള്ളിടത്തോളം കാലം ഞാൻ ആളെയും അന്വേഷിച്ച് ഒരു വർക്ക് ചെയ്യാൻ പോയിട്ടില്ല. എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട് ആൾക്കാർ. എന്താ കാരണം,
എന്തെങ്കിലും ചെയ്ത കാര്യം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നെ അറിയുന്ന ആൾക്കാർ, ഞാൻ അറിയാത്ത ആൾക്കാരുടെ എന്നെ വിളിക്കത്തൊക്കെ ധാരാളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ആൽബങ്ങൾ പറഞ്ഞാൽ 500 ആൽബം കഴിഞ്ഞു. ഇപ്പോഴും സിനിമ വേറെ, സിനിമയായിട്ട് ബന്ധമില്ല. നാടകത്തിന് 350-360 പാട്ടുണ്ട് നാടകം. ഇതൊന്നും എനിക്ക് അറിയുന്നില്ല. ഞാൻ വളരെ എന്താ പറയുക, ഗ്രാമം എന്ന് പറഞ്ഞാൽ പക്ക ഗ്രാമക്കാരനാണ്. എനിക്ക് ഈ കാര്യം അറിയില്ല, ടെക്നോളജി എനിക്കറിയില്ല, പുതിയ പരസ്യ പ്രക്ഷേപണമില്ല. നമ്മളിങ്ങനെ ഒരു ടീമിൽ ചെന്നിട്ട് ഇങ്ങനെ ബെൽറ്റ് അതിനൊന്നും ഞാനില്ല. നമുക്ക് വരും. ഇതല്ലാതെ ഒരാളെ പോയി ചെന്നുപെട്ട് മറ്റോ മോശമാക്കുക, ഞാൻ ഇതിനൊക്കെ നന്നാക്കുന്ന പറയുന്ന രീതിയിലുള്ള ആളല്ല. പലരും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിലുള്ള കുറേ ആൾക്കാർ എനിക്കറിയാം, ഞാൻ ആരും പേര് പറയില്ല. അത് നമുക്ക് അറിയുന്നതുകൊണ്ടാണ്. നമുക്ക് അപ്പുറത്തെ പോരാ, നമുക്ക് എന്നും ലൈഫ് ലോങ് ആയിട്ട് നിൽക്കണം. ആ രീതിയിലുള്ള മനോഭാവമുള്ള ആളാണ്. അപ്പോൾ എനിക്കൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല, സംശയങ്ങളുമില്ല. എത്ര ഉണ്ടാക്കുന്ന ആ ഒരു വെറൈറ്റി അവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? അത് കുഴപ്പമില്ല. ഒരുപാട് നല്ല ആശയങ്ങൾ നമ്മളുമായി പങ്കുവെച്ചു തന്റെ ജീവിത എക്സ്പീരിയൻസിലൂടെ. സോ ഇനിയും ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. സന്തോഷം.